നമസ്കാരം. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് മധുരയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ വന്ന് താമസിച്ചത് ഇവിടുത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂമിലാണ്. ഡോർമെറ്ററി ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഇതൊക്കെ വരുന്നത് റൂമാണ്. നല്ല ഡീലക്സ് റൂമും അങ്ങനെ സ്യൂട്ട് റൂമും അങ്ങനെ ഒരുപാട് ടൈപ്പ് റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതെ, തിരുച്ചിറപ്പള്ളി റിട്ടയർ റൂമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വരുമ്പോൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പം ബാക്കി ബെഡുകൾ അവൈലബിൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വഴി എടുക്കാം. അതെ അതെ. ഇനിയിപ്പോൾ നേരെ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. നമ്മൾ ബസ് വഴിയാണ് മധുരയിലേക്ക് പോകുന്നത്. ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് റൂം വരുന്നത് ഇതാ ഇവിടെയാണ്. അതായത് ഈ ഒരു നമ്മുടെ ഡോർമെട്രിയില്ലേ, ഡോർമെട്രീൻ്റെ നേരെ ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് ഈ ഒരു ക്ലോക്ക് റൂം കാണാം. നമ്മളിവിടെ ബാഗൊക്കെ വെച്ചിട്ട് ശ്രീരംഗം ഭാഗത്തേക്കൊക്കെ ഒരു തവണ പോയിട്ടുണ്ട്. ഈ ഒരു ഡോർമെട്രീൻ്റെ കാര്യം പറയുവാണെങ്കിൽ 12 മണിക്കൂറിന് ഞങ്ങളെടുത്തത് ബങ്കർ ബെഡാണ്. 300 രൂപയാണ് 12 മണിക്കൂർ ഒരാൾക്കായത്. 2 പേർക്കും കൂടി 600 രൂപയായി. അതുപോലെ തന്നെ ഇതിനൊരു GST കൂടി ഉണ്ട്. ഏകദേശം ഒരു 650 രൂപയോളാവും. ട്രിച്ചി റിട്ടയർ റൂമിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇതാണ്. ഇത് ഇൻക്ലൂഡ് GST അടക്കമുള്ള പ്രൈസ് ലിസ്റ്റാണ്. ഞങ്ങളെടുത്ത ബങ്കർ ബെഡ് ഇതാണ്. ഇതിന് 348, അതായത് 300 രൂപയാണ്. ഇത് GST അടക്കമുള്ള ഒരു റേറ്റാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡീലക്സ് റൂമും സ്യൂട്ടും എല്ലാത്തിൻ്റെയും പ്രൈസ് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് നോക്കാം. രാവിലെ തന്നെ ഇഡ്ഡലി വട. ഞങ്ങൾ സാമ്പാർ വാങ്ങിച്ചില്ല, ചട്നി മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പം നല്ല വാഴയിലേക്ക് ഈ ഒരു തമിഴ്നാട്ടിലെ എല്ലാ ഫുഡും ഇങ്ങനെ നല്ലൊരു വാഴയില ഉണ്ടാവും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഐ ലവ് ട്രിച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല ഇവിടെ. ഈ തമിഴ്നാട്ടിൽ തന്നെ 2 പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. അതൊന്ന് ട്രിച്ചിയും മറ്റൊന്ന് മധുരയും. ഈ മധുരയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രിച്ചിയിൽ നിന്ന് 2.5 മണിക്കൂറിൻ്റെ ട്രാവൽ ടൈം മാത്രമേ ഉള്ളൂ ട്രെയിനിൻ്റെ ഇതിൽ നോക്കുവാണെങ്കിൽ. ചില സമയത്ത് ട്രിച്ചിയിൽ നിന്ന് മധുരയിലേക്ക് ട്രെയിനേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മധുരയിൽ നിന്ന് ട്രിച്ചിക്കും ചില സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് ട്രെയിനൊന്നും കിട്ടാനേ എന്താ പറയാ ഉണ്ടാവില്ല. അതെ. ഇപ്പൊ നമ്മളിപ്പോ സമയം രാവിലെ ഒരു 8 മണിയൊക്കെ ആയല്ലോ. 7:20 തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ഇന്റർസിറ്റി പോയി. അതിനുശേഷം പിന്നെ ഒരൊറ്റ ട്രെയിനില്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പോകാൻ 10 മണിക്കൊരു വണ്ടിയുണ്ട്. അത് തേജസ്സിലൊന്നും നമുക്ക് അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടി പറ്റൂല. മിനിമം ചാർജ് അല്ലേ. പിന്നെ വരുന്നത് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സെങ്കോട്ടയിലേക്ക് പോകുന്ന പാസഞ്ചർ മാത്രമേ ഉള്ളൂ. അതെ അതെ. ആ സമയത്ത് നമുക്ക് എന്താ രക്ഷ? ബസ് മാത്രമേ. ബസ് അതുകൊണ്ട് പറയണ്ട, ഇഷ്ടം പോലെ ബസ് ഇവിടുന്ന് സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം നല്ലോണം ഈ പറഞ്ഞ എന്താ പറയുക നോൺ സ്റ്റോപ്പ് ബസ്സുകളൊക്കെ ട്രിച്ചി ടു മധുര ഉള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു AC ബസ് ഉണ്ട്, അതിൽ പോകണമെന്നുണ്ട്. അത് കിട്ടുവാണെങ്കിൽ അതിന് പോവാം അല്ലേ? അതെ, അതിൽ പോയിട്ടില്ല. ഞങ്ങൾ മറ്റേ 2 തവണ പോയിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ മിക്കവാറും AC ബസ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അതിൽ കയറുന്നുള്ളൂ. അതെ അതെ. അപ്പോൾ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനോടൊക്കെ വിട പറഞ്ഞ് നേരെ ഇനിയിപ്പോൾ സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് നടന്നിട്ട് പോവാം. ഇതുവഴി തന്നെ നേരെ നടന്നാൽ മതി. നേരെ അവിടെ സ്ട്രെയിറ്റ് ആണ് സെൻട്രൽ ബസ് സ്റ്റാൻഡ്. നല്ല രസമായിട്ട് ഇതിലേക്കിടയ്ക്ക് ഈ ഒരു ടൈമിൽ രാവിലെ സമയത്ത് നടക്കാൻ. പിന്നെ നേരത്തെ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. 2 പേർക്കും കൂടി ആയത് 85 രൂപ. ഈ തമിഴ്നാട്ടിലൊക്കെ പൈസ വളരെയധികം കുറവാണ് ഈ ഒരു ഫുഡിനൊക്കെ. അതുപോലെ തന്നെ ഇഡലി ഉണ്ടായിരുന്നു, 3 ഇഡലി ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, ചട്നി. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. അവിടെ നിന്ന് അങ്ങ് ആ ഒരു ബസ്സൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലോട്ട് സ്ട്രെയിറ്റ് ആണ്. നടന്നിട്ടിപ്പോൾ സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് തിരികെയാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറണം. കാരണം ലോങ് റൂട്ടൊക്കെ ഉള്ളത് അവരകത്താണ്. ഈ പുറത്തുള്ളതൊക്കെ ശ്രീരംഗം ഭാഗത്തേക്കുള്ള ബസ്സുകളാണ്. അപ്പോൾ ശ്രീരംഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ബസ് സ്റ്റാൻഡ് അകത്തോട്ട് കയറി പോകണ്ട. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ തന്നെ കയറി ഡയറക്റ്റ് പോവാം. ലോങ് ചെന്നൈക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് അകത്തോട്ട് കയറണം. ഇവിടെ നിർത്തിയില്ല ഈ ഒരു ബസ്സിൻ്റെ ക്യൂ കണ്ട എത്ര ഉണ്ടെന്നറിയാ. ഈ ഒരു ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒരു 10-50 ബസ് ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ടുണ്ടാവും. ഇതൊന്നും ഇപ്പോഴേ എടുക്കൂലേ, എല്ലാം ഫുള്ളാവണം. ഇത് ശ്രീരംഗം ബസ്സാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് കയറാം. SCTC ലോങ് ചെന്നൈ ഒക്കെ ആയിരിക്കാം ഇതൊക്കെ. നമ്മുടെ ട്രിച്ചി ബസ്സൊക്കെ അങ്ങ് അവിടെയാണ്, ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിലൂടെ ചെന്നൈ എന്നൊക്കെ വിളിക്കുന്നുണ്ടാ. നമുക്കങ്ങ് അവിടെ ആ AC വണ്ടി കാണുന്നില്ലല്ലോ, അതിനാണ് നോക്കുന്നത്. ഇത് AC വണ്ടിയാണ്, പക്ഷേ
ഇതിന്റെ ഫ്രണ്ട് സീറ്റിൽ അവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു ഡൗട്ടുണ്ട്. നമുക്ക് കേറി നോക്കാം. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഇവിടെ ആയിട്ടിരിക്കാം. ഈ ഒരു ഭാഗത്തല്ലേ ഇല്ലേ? എന്നാ പിന്നെ ഇവിടെ ഇരുന്നോ. നല്ലൊരു വ്യൂ കിട്ടും ഇവിടുന്ന്. അതാ വേണ്ടത് നമുക്ക്. ബസ് ഇവിടുന്ന് റിവേഴ്സ് എടുത്തു. ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുക്കും. ഇപ്പം സമയം കറക്റ്റ് 8:44. അതായത് 8:45 ട്രിച്ചിന്ന് വണ്ടി എടുത്തത്. ഇനി എത്ര മണിക്ക് ഇത് അവിടെ എത്തും, മധുരയിലെത്തും നമുക്ക് നോക്കണ്ടേ. 1 to 1 ആണ്, വേറെ എവിടെയും സ്റ്റോപ്പില്ല. നേരെ ഇനി മധുരൈ. നമുക്കിന്ന് നല്ല രീതിയിൽ ഇതിൻ്റെ റോഡ് വ്യൂ കാണാം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു റോഡ് വ്യൂ എടുത്തിട്ടില്ല. ഇവിടെ നിങ്ങളിന്ന് കണ്ടോ. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 145 രൂപയാണ്, 2 പേർക്ക് കൂടെ 290 രൂപയായി. AC ബസ്സിൻ്റെ പ്രൈസാണ്. എന്തൊരു ചീപ്പാണെന്നറിയാം. ഇനിയിപ്പം ടിക്കറ്റൊക്കെ എടുത്ത സ്ഥിതിക്ക് നമുക്ക് റോഡിലോട്ട് വരാം. മെയിൻ റോഡിൽ കയറിയില്ല കേട്ടോ ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഫുള്ളൊന്നും ആയിട്ടില്ല. ഫുള്ളാവുന്നതിന് മുന്നേ തന്നെ ഇവരെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ നോർമൽ ബസ്സിന് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇതിന് പോകുന്നതാണ്. കാരണം AC ഇത്രയല്ലേ പൈസയുള്ളൂ. ഇനി 120 കിലോമീറ്റർ ഈ ഒരു റോഡ് വഴിയാണ് പോകുന്നത്. എന്തൊരു നല്ല വഴിയാ നോക്കിയേ. കിടലല്ലേ. 2 വരി 4 വരി പാത. അതായത് 1 വരി ഈ ഒരു പാത നമുക്ക് പോകേണ്ടത് 2 വരി. എതിർദിശയിൽ വരുന്നതും 2 വരി. നല്ല റോഡുകളാണ് തമിഴ്നാട് എല്ലാ ഭാഗത്തും. ഈ വണ്ടിക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അത് വേറെ കാര്യമാണ്. ഈ റൂട്ടിലെ ആദ്യത്തെ ടോൾ ബൂത്ത്.
സ്റ്റോപ്പാണ്, ഇങ്ങനെ ഒരേ ഇരുത്താണ്. വണ്ടി സ്പീഡ് ലിമിറ്റാണ്, 70 km/h വണ്ടി പോകുന്നത്. ഇതേപോലുള്ള ഒരു വിജനമായ റോഡ് തന്നെയാണ്. മധുരയിലേക്ക് ഇനിയും പോകാനുണ്ട്. പല സ്ഥലത്തും ഇല്ലേ ഈ റോഡ് പുതുതായിട്ട് ടാർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ലൈൻ ഇട്ടിട്ടില്ല. ഇപ്പം പുതുതായിട്ട് ടാർ ഇട്ടതാണ് വീണ്ടും. ലൈൻ ഇടാൻ കുറച്ച് ടൈം എടുക്കും. ഈ മധുരയിലേക്ക് 45 km ഉണ്ട്. നല്ല സ്മൂത്താണ് ഈ റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട്. വണ്ടികളിപ്പോൾ താരതമ്യേന കുറവാണ്, റോഡ് എംറ്റി ആയിട്ടുള്ളത്. കാറൊക്കെ ഓടിച്ചു പോകാൻ നല്ല രസമല്ലേ, തിരക്കേ ഇല്ല. മധുരയിലേക്ക് ഒരു 15 km കൂടെ ഉണ്ടാവും. 15 km പോയാൽ നമ്മൾക്ക് മധുര എത്താം. മധുര MGR ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോവുക ഈ ബസ്. റോഡിന് ആ ലൈൻ എടുത്തില്ല, ഉടനെ തന്നെ ഇടും. അടുത്തൊരു ടോളിലെത്തിയിരിക്കുകയാണ്. ഇപ്പം മധുര എത്തുന്നതിന് മുമ്പ് അവസാനത്തെ ടോൾ ഗേറ്റാണിത്. ഓ ഇവിടെ ഇല്ല കേട്ടോ, ഇത് ഓപ്പണല്ല. മധുരയിലെത്തി. ഇവിടെ മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് അഥവാ MGR ബസ് സ്റ്റാൻഡ്. സമയം ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. 8:45 വിട്ടത്. 2 മണിക്കൂറും 15 മിനിറ്റും ആണ് ഈ ബസ് എടുത്ത ടൈം. ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്. MGR ബസ് സ്റ്റാൻഡ്. നമ്മൾ വന്ന ബസ് ഇതാണ്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 145 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AC ബസ്സിന് വരാം. ഇതിൻ്റെ ഈ ഒരു മുൻഭാഗം കൂടെ ഒന്ന് കാണണ്ടേ. ഇതാണ് ട്രിച്ചി മധുര ട്രിച്ചി. 145 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബസ്സിന് വരാം. ഇതിന് കയറുന്ന പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പം അതിന് സമയം കിട്ടിയത്. അതിവിടുന്ന് ആളാക്കി ഇറക്കി ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തോട്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞോടെ തന്നെ ഇവിടത്തോട്ട് പോകും, ട്രിച്ചിലോട്ട് പോകും. അത് പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുണ്ട്. ഇവിടുന്ന് തൊട്ട് ഇവിടെ തന്നെ ബസ് കിട്ടും. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ എന്ന് പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് ഭാഗത്ത്, അതായത് ടൗൺ ഒരു ബസ് സ്റ്റാൻഡ്. അപ്പൊ അവിടത്തേക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിന് അടുത്ത് പോകാനുണ്ട്. നമുക്ക് സിറ്റി ബസ് പിടിച്ചിട്ട് വേണം പോകാൻ. മെയിൻ ആയിട്ട് ലോങ്ങസ്റ്റ് വണ്ടികളൊക്കെ നിർത്തുന്നത് ഇവിടുന്നാണ്. അത് ആ ഒരു ഭാഗത്തോട്ട് പോകാനുണ്ട്. പിന്നെ നേരെ ഇനിയിപ്പോൾ അവിടത്തോട്ട് പോവാം. ഇത് തിരുച്ചിയിലേക്ക് പോകുന്ന ബസ്സാണ്, 1 to 1. ഈ ഭാഗത്തേക്ക് ലോങ് പോകുന്ന വണ്ടികളാണ്, ചെന്നൈ തിരുച്ചിയൊക്കെയുള്ള.
നമ്മുടെ സിറ്റി ബസ് ആ ഒരു ഭാഗത്തോട്ടാ. ഇപ്പൊ നേരെ അങ്ങോട്ട് പോവാം. സിറ്റി ബസ്സുകളൊക്കെ ഇവിടെയാ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ആ ഒരു ബസ്സിന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിന് നോക്കി കയറാം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവിടെ തന്നെയാണ് കയറിയത്. ഇവിടെ ആ ഒരു ഭാഗത്തായിട്ടുണ്ടാവും. MGR ബസ് സ്റ്റാൻഡിൽ നിന്ന് പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ആ ബസ് കയറി. ഇത് കണ്ടക്ടർക്ക് ഇരിക്കേണ്ട സീറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതാ അടിപൊളിയാണ്. തമിഴ്നാട് ഇത് പഴയ വണ്ടിയാണ്. നേരത്തെ വന്നതിനെക്കാട്ടി എത്രയോ പഴകിയ വണ്ടിയായത്. ഇത് തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ പഴയ വണ്ടി. നമ്മളെ പണ്ടൊക്കെ നമ്മുടെ കോയമ്പത്തൂരും അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പം കുറെ മാറിയിട്ടുണ്ട്. എനിക്കൊന്നും ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. തീർച്ചയായും ഒരുപാട് പഴയ സീറ്റിങ്ങിൻ്റെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കും. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഫുള്ളായി നല്ല തിരക്ക് വന്ന്. ഇവിടെ നിന്ന് ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ വന്നത് 17 രൂപയാണ്. നല്ല ചൂടാന്ന് പുറത്ത്. അപ്പോൾ നേരത്തെ AC ബസ്സിൽ വന്നുകൊണ്ട് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഇതിൽ വന്ന് പോകുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അത് ബസ് ഇപ്പോൾ വൈഗൈ റിവറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു മധുരേൻ്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന റിവറാണ് വൈഗൈ. അതുപോലെ തന്നെ ഈ ബസ്സിന് ഡോറില്ല കേട്ടോ, വാതിലില്ല. വൈഗൈ വെള്ളമൊക്കെ കുറവാണ്. അതിലൂടെ ഒരു പാലം പോകുന്നുണ്ട്. തമിഴ്നാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റിവറുകളിലൊന്നാണ് വൈഗൈ. ഇത് കുറച്ചും കൂടെ പോകാനുണ്ട്. ഒരു 4 കിലോമീറ്ററിൻ്റെ മുകളിൽ എന്തായാലും പോകാനുണ്ട്. ഈ കാണുന്ന റോഡില്ലേ, ഇത് മധുരൈ മീനാക്ഷി ടെമ്പിളിലോട്ട് പോകുന്ന വഴിയായത്. റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഈ പെരിയാർ ബസ് സ്റ്റാൻഡ് ആവാനായി. തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. വന്ന ബസ് ഇതാണ്. അത് ഇവിടുന്ന് പോയി. ഇതാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്, പെരിയാർ പെരുന്ത് നിലയം. ഇവിടെ ഞങ്ങളന്ന് വന്നത് നൈറ്റാണ്. ഒന്ന് പകല് വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു ഈ ഒരു ബസ്സിൽ തന്നെ നേരെ കയറി ഇവിടത്തോട്ട് വന്നത്. ബസ്സൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഡയറക്റ്റ് കയറി വന്നിറങ്ങി. കാരണം തൊട്ടടുത്ത് തന്നെയാണ്. 500 മീറ്ററേ ഉള്ളൂ ഇനി നേരെ ഇവിടുന്ന് നടന്നിട്ട് പോകാൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. നല്ല തിരക്കാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമൊക്കെ. തമിഴ് വാഴുക. എത്ര ബസ്സുകളാണ് നോക്കിയേ, നിരന്ന് കിടക്കുന്നത്. സിറ്റി ബസ്സാണ്. എല്ലാം സിറ്റി ബസ് തന്നെയല്ലേ. ഇവിടെയാണ് മെയിനായിട്ട് സിറ്റി ബസ് ഉണ്ടാവുക. മെയിൻ റൂട്ടിലേക്ക് പോകുന്ന ബസ്സൊക്കെ MGR ബസ് സ്റ്റാൻഡിലും. പല റൂട്ടിലേക്ക് പോകേണ്ട പല ബസ്സുകൾ. നേരെ ഇതുവഴി പുറത്തോട്ട് പോവാം. എല്ലാത്തിനും നല്ല തിരക്കുണ്ട്. കണ്ടതാ പെരിയാർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോവുകയാണ്. ആ ഒരു ബസ്സൊക്കെ പോകുന്ന ഭാഗമില്ലേ, അത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ റൂട്ട്. അയ്യോ, ഇപ്പോൾ ഇവിടെ ട്രാഫിക്. ഓടിക്കോ, ട്രാഫിക് തുറന്ന്. കറക്റ്റ് ടൈമിലാണ് നമ്മൾ കടന്നത്. എൻ്റെ പൊന്നോ, ഈ സമയത്തൊന്നും ഇതിലൂടെ നടക്കാൻ പറ്റുന്നില്ല. എന്തൊരു ചൂട് എന്നറിയാം. വെയിലിൻ്റെ കാഠിന്യം വളരെയധികമാണ്. ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഓർത്തത്, ഒരു തണുപ്പിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് മധുരയിലെ സ്പെഷ്യൽ ജിഗാർതാണ്ട, അതായത് ഇവിടുത്തെ ഫേമസ് കടയൊന്നുമല്ല, ജിഗാർതാണ്ട കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ കുറേ കടകളുണ്ട്. അതിന് ഏതെങ്കിലും ഒരു കടയിൽ പോവുക, അവിടുന്ന് ജിഗാർതാണ്ട കഴിക്കാം. ഇന്ത്യൻ ഫ്ലാഗ് കാണുന്ന ആ ഒരു ഭാഗമില്ലേ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മീനാക്ഷി ടെമ്പിളിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് നമുക്ക് പോയിട്ട് ഇനിയിപ്പോൾ ജിഗാർതാണ്ട കഴിക്കാം. റോഡ് മുറിച്ച് അവിടെ ഒരു കടയുണ്ട്, മധുരൈ ജിഗാർതാണ്ട. ഇവിടെ തന്നെ പല ഐറ്റംസ് ഉണ്ട്. നോർമൽ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു സ്പെഷ്യലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളായിട്ടുള്ളൊരു ചിത്രമൊക്കെ ഉണ്ട്. ഇതാണ് ജിഗാർതാണ്ട. ഇതിലൊരു
ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഈ ഒരു ചൂടത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കുന്ന ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. നല്ല നല്ല മധുരമുണ്ട്. ജിഗാർ ദാണ്ടൊക്കെ കഴിച്ച് ഞങ്ങളിതാ അവസാനം മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണിത്. എന്താ രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഒരു 6 മണിക്ക് ശേഷം ഇവിടെ മൊത്തം ആൾക്കാരൊക്കെ വന്ന് ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തം കിടക്കും. അതാണ് വൈകുന്നേരമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. രാത്രിക്ക് നല്ല ലൈറ്റിങ്ങൊക്കെയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഒരു ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കണ്ടതാ. അപ്പോൾ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേഷൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ ഒരു ട്രിച്ചിയിൽ നിന്ന് മധുര വരെയുള്ള ആ ഒരു AC ബസ്സിൻ്റെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു മെയിൻ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മധുരയിലേക്ക് രാവിലെ ട്രെയിൻ ഒട്ടും തന്നെ ഇല്ല. എന്താണെന്ന് അറിയില്ല. രാവിലെ തിരുവനന്തപുരം ഇന്റർസിറ്റി പോയ ശേഷം നേരത്തെ പറഞ്ഞാണ് തേജസ്, പിന്നെ ഉച്ചക്കത്തെ. ഇപ്പം മിക്കവാറും നമ്മുടെ ആ ട്രെയിന് വേണ്ടി കാത്തിരിക്കുവാണെങ്കിൽ ഇപ്പം അവിടെ തിരുച്ചിറപ്പള്ളിയിൽ അവിടെ നിന്ന അവസ്ഥയാണ്. തേജസിനൊന്നും വരുമ്പോൾ നടക്കില്ല. കാരണം തേജസിനൊക്കെ മിനിമം ചാർജ് നല്ല വരും. പിന്നെ എന്ന് പറഞ്ഞാൽ ബസ് തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. തമിഴ്നാട് ഇഷ്ടംപോലെ എന്താ പറയാ ബസ്സുകളുണ്ട്. ട്രാൻസ്പോർട്ട് പൈസ കുറവല്ലേ മെയിനായിട്ട്. പൈസ ഭയങ്കര കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും നമ്മുടെ നാടിനെ ഒരിക്കലും കുറ്റം പറയുന്നല്ല. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത്ര ചീപ്പായിട്ട് ബസ്സിന് പറ്റൂല. AC ബസ്സൊക്കെ ഇത്ര 145 രൂപ ഇത്രയും കിലോമീറ്റർ ഓടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2.5 മണിക്കൂർ യാത്ര, 120 കിലോമീറ്ററോളം. നല്ല അടിപൊളി ബസ്, നല്ല കൂളിംഗ് ഉണ്ടായിന്. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അതെ, പിന്നെ ഇവിടെ വന്ന സമയത്ത് ജിഗാർ ദാണ്ടി കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസം ഇവിടുന്ന് ഒരു വേറൊരു ട്രെയിൻ യാത്ര ചെയ്തു. ഇനി അങ്ങോട്ട് മൊത്തം ട്രെയിൻ യാത്ര തന്നെയാണ്. അതെ അതെ. അപ്പോൾ അതിനിടയിൽ ഒരു ബസ് യാത്ര ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.